നമസ്കാരം. സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച വളരെ ഗംഭീരമായ തിരിച്ചുവരവ് നടത്തി സ്റ്റോക്ക് മാർക്കറ്റ്. യു എസിലെ എക്കണോമിക് ഡാറ്റ പുറത്തു വന്നു എന്നുള്ളതാണ് കാരണം. അവിടുത്തെ ഇൻഫ്ലേഷൻ അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ താഴേക്ക് വരുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് ഈ ഉയർച്ചയ്ക്ക് കാരണം. ബാങ്ക് റേറ്റുകൾ കുറയ്ക്കും. ഫെഡിൻ്റെ അവലോകനത്തിൽ അടുത്ത മാസം തന്നെ അതുണ്ടാവുമെന്ന് കണക്കുകൂട്ടി സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം വേൾഡ് ലെവലിൽ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും റാലി ചെയ്യുകയുണ്ടായി. അതിൻ്റെ പ്രതിഫലനമെന്നോണം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളും വെള്ളിയാഴ്ച ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടും അതിൻ്റെ കോലാഹലങ്ങളുമൊക്കെ കാരണം മാർക്കറ്റ് അങ്ങനെ പതിയെ താഴേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഇതുപോലെ ശക്തമായ ഒരു തിരിച്ചുവരവുണ്ടായത്. ആരുടെയും പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് പോയി എന്ന് പറയാതിരിക്കാനാവില്ല. സ്റ്റോക്ക് സ്പെസിഫിക് ആയ മുന്നേറ്റങ്ങളും ഉണ്ടായി. എന്നാൽ IT മേഖല, ഇൻഷുറൻസ് ഇങ്ങനെയുള്ള മേഖലകളിൽ നല്ല മുന്നേറ്റം കാണാൻ സാധിച്ചു. IT ആണ് മുന്നിൽ നിന്ന് നയിച്ചതെന്ന് പറയാം. ഇൻഫോസിസും HCL ടെക് മഹീന്ദ്ര ഇവരൊക്കെ നല്ല ഉയർച്ച കാഴ്ചവെച്ചു. അതായത് ഒരു 5% ഉയർന്നാണ് ടെക് മഹീന്ദ്രയൊക്കെ ക്ലോസ് ചെയ്തത്. നല്ല മുന്നേറ്റം തന്നെയാണ്. ടെക് മഹീന്ദ്രയൊക്കെ നമ്മളുടെ ലിസ്റ്റിൽ നമ്മൾ നോക്കുന്ന ഷെയറുകളായതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ പറഞ്ഞത്. മറ്റൊരു റിസൾട്ടിൻ്റെ ബലത്തിൽ നല്ല മുന്നേറ്റം കാഴ്ചവെച്ച ഒരു ഷെയറാണ് കിറ്റെക്സ് ഗാർമെൻറ്റ്സ്. കിറ്റെക്സിനെ നമ്മളുടെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താമെന്ന് കുറേ മുമ്പ് ഞാൻ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 180-183 ലെവലിലൊക്കെ ആയിരുന്നു അന്ന് കിടന്നിരുന്നത്. അത് രണ്ട് സെഷനുകളിലായിട്ടാണ് ഈ അടുത്ത് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അത് 321 മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് നോക്കിയാൽ EPS 4.11 ആയി മാറിയിട്ടുണ്ട്. അതായത് ഒരു ഇയർ ഓൺ ഇയർ നോക്കിയാൽ 247% വളർച്ചയാണ് EPSലുണ്ടായത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ റവന്യൂവിൻ്റെ കാര്യത്തിലും പ്രോഫിറ്റിൻ്റെ കാര്യത്തിലുമൊക്കെ വളർച്ചയുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും വാറങ്കലിലെ പുതിയ ഫാക്ടറിയിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായ ഉൽപ്പാദനത്തിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ള അവസരത്തിലാണ് ഈ റിസൾട്ട് വന്നതെന്ന് ഓർക്കണം. 2025 പകുതി കഴിഞ്ഞാൽ അവസാനത്തോടെ ഏകദേശം അവസാന ക്വാർട്ടറിലാവുമ്പോഴേക്കും ഈ വാറങ്കലിലെ കമ്പനിയുടെ വിൽപ്പനയുടെ റിസൾട്ടുകളും ഈ കമ്പനിക്ക് കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രോഗ്രസ് ഗംഭീരമാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അത് നേരത്തെ ഞാൻ ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ ഉൽപ്പാദനവും ഇത് ഇരട്ടിക്ക് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിനൊരു വളർച്ചയുണ്ടാകും. ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ടായ ദൗർഭാഗ്യകരമായ കാരണങ്ങൾ കൊണ്ട് അവിടുത്തെ ടെക്സ്റ്റൈൽ കയറ്റുമതിക്ക് ഗംഭീരമായ തിരിച്ചടി നേരിടുകയാണ്. അതിൻ്റെ ഗുണം ഇന്ത്യൻ കമ്പനികൾക്ക് കിട്ടും എന്നാണ് പല നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. അതിൽ ആ ഗുണം കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു കമ്പനിയാണ് കിറ്റെക്സ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവർ വേൾഡിലെ ടോപ്പ് ബ്രാൻഡുകൾക്ക് ഇന്ത്യയിൽ നിന്ന് സാധനം സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. അതുകൊണ്ട് അവരുടെ സെയിൽസിലായിരിക്കും നല്ല ഉയർച്ച ഉണ്ടാവുക. അല്ലെങ്കിൽ കയറ്റുമതിയിൽ അവർ വളരെയേറെ മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലിസ്റ്റിൽ സൂക്ഷിക്കാവുന്ന ഒരു കമ്പനിയാണ് കിറ്റെക്സ് എന്ന് എനിക്ക് തോന്നുന്നു. അതിന് കുറേയേറെ കാലമായി അത് വലിയ ചലനങ്ങളില്ലാതെ അങ്ങനെ കിടക്കുന്ന ഒരു ഷെയറായിരുന്നു. 131 മുതൽ 183 വരെയുള്ള കുറേ കാലം അങ്ങനെ കിടന്നു. ആ 183 നിന്നാണ്
അതിന് 210-11 ലെവലിലേക്ക് വന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ അതൊന്ന് മുന്നേറിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലിസ്റ്റിൽ ഇനിയും അതൊന്ന് എടുക്കാത്തവർക്ക് പോലും സൂക്ഷിക്കാവുന്ന ഒരു കമ്പനിയാണ് ഗിറ്റെക്സ് ഗാർമെൻറ്റ്സ്. അതിൻ്റെ എത്രയിലാണ് നമ്മുടെ ടാർഗറ്റ് എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കത് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല എത്ര വരുമെന്ന്. പക്ഷേ തീർച്ചയായിട്ടും അത് ഒരു മൾട്ടി ബാഗർ കമ്പനിയാണ്. ഈ അടുത്ത് തന്നെ അതിൻ്റെ ഷെയർ വാല്യൂവിൽ ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ അതൊരു 750 മുകളിലേക്കൊക്കെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നയാളാണ് ഞാൻ. നിങ്ങളുടെ ലിസ്റ്റിൽ അത് സൂക്ഷിക്കാം, അതിനെ ഒന്ന് പരിഗണിക്കാം എന്നെനിക്ക് തോന്നുന്നു. ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. കയറി പോകുന്ന സമയത്തല്ല നമ്മൾ ഷെയർ വാങ്ങേണ്ടത്. അതിന് നമ്മളുടേതായ രീതിയിൽ ഒരു വിലയിലേക്ക് വരികയും അല്ലെങ്കിൽ നല്ല ഡിപ്പ് കിട്ടുന്ന സമയത്ത് അതിൽ നിക്ഷേപിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങളത് അതിൻ്റേതായ രീതിയിൽ തന്നെ എടുക്കുക. റിസർച്ചൊക്കെ നടത്തി എല്ലാ രീതിയിലും നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച റിസർച്ചുകൾ നടത്തുക. ഇന്നത്തെ ലെവലിൽ ഏത് ഇൻഫോംഡ് അല്ലാത്ത ആളുകൾക്കും നിസ്സാരമായ രീതിയിൽ ഷെയർ സംബന്ധമായ കാര്യങ്ങൾ നോക്കാൻ പറ്റും. ആ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ചതിന് ശേഷം മാത്രം ഈ പറഞ്ഞ പോലെയൊക്കെ പ്രവർത്തിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വീണ്ടും അടുത്ത ആഴ്ച കാണാം. വേറെ പുതിയ ഷെയറുകളെ കുറിച്ച് ഒരുപാട് പറഞ്ഞ് ഞാനിതിനെ നിങ്ങളുടെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു കാര്യമുള്ളത്, ഞാൻ ജനുവരിയിൽ ഒരു ലിസ്റ്റ് 10 സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ ആ ലിസ്റ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഒന്ന് സൂചിപ്പിക്കാം. അത് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.